ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് എനിത്തിങ് ടു എന്നുള്ളതാണ്. എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന അർത്ഥത്തിലാണ് ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഡു യു ഹാവ് എനിത്തിങ് ടു സേ? അവിടെ യു സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ട് ഡു ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഹാവ് ചേർത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ വെർബായിട്ടുള്ള സേ എന്നുള്ളതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പാക്ക് ചെയ്യുവാനുണ്ടോ? ഡു യു ഹാവ് എനിത്തിങ് ടു പാക്ക്? അടുത്തത്, അവൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഡസ് ഷീ ഹാവ് എനിത്തിങ് ടു ബൈ? അവിടെ ഷീ സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഡസ് ചേർത്തിരിക്കുന്നു. അതിനുശേഷം ഹാവ്, അത് കഴിഞ്ഞിട്ട് സിമ്പിൾ വെർബായിട്ടുള്ള ബൈ. താങ്കളുടെ സഹോദരനെ എന്തെങ്കിലും പഠിക്കുവാനുണ്ടോ? ഡസ് യുവർ ബ്രദർ ഹാവ് എനിത്തിങ് ടു സ്റ്റഡി? അടുത്തത്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നത്തിങ് ടു ചേർന്ന് വരുന്ന സെൻറ്റൻസുകൾ. എനിക്ക് ഒന്നും വാങ്ങുവാനില്ല. ഐ ഹാവ് നത്തിങ് ടു ബൈ. നിനക്ക് ഒന്നും നഷ്ടപ്പെടുവാനില്ല. യു ഹാവ് നത്തിങ് ടു ലൂസ്. എനിക്ക് കൂടുതലൊന്നും പറയുവാനില്ല. ഐ ഹാവ് നത്തിങ് മോർ ടു സേ. അവൾക്ക് മറ്റൊന്നും പാക്ക് ചെയ്യുവാനില്ല. ഷീ ഹാസ് നത്തിങ് എൽസ് ടു പാക്ക്. ഞങ്ങൾക്ക് മറ്റൊന്നും പറയുവാനില്ല. വി ഹാവ് നത്തിങ് എൽസ് ടു സേ. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഐ, യു, വി, ദേ എന്നിവയുടെ കൂടെ ഹാവാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ ഹി, ഷീ, ഇറ്റ് മുതലായ വരുമ്പോൾ ഹാസുമാണ് ചേർക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ഫോം ഉണ്ടല്ലോ, ഡു ഓർ ഡസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ഏത് തന്നെ ആയിരുന്നാലും, ഐ ആകട്ടെ, യു ആകട്ടെ, വി ആകട്ടെ, ദേ ആകട്ടെ, ഹി ആകട്ടെ, ഷീ ആകട്ടെ, ഇറ്റ് എന്നിവയിൽ എന്തു തന്നെ വന്നാലും നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.